എടാ ആദി, ഈ സൈക്കിളിൽ ചെയ്യുന്ന ആഴ്ചയിൽ 3 വട്ടം വീണ്ടല്ലോ. ഇതിനെ പ്രായമായിന്നാ തോന്നണേ. നിനക്കിത് വല്ല ആക്രിക്കടയിലും കൊടുത്തിട്ടേ പുതിയ ഒരെണ്ണം മേടിച്ചൂടെ? അയ്യ വേണ്ടല്ലേ ചേട്ടാ, ഈ സൈക്കിൾ ഇപ്പൊ വീടിന്റെ ഭാഗമില്ലേ. ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ അമ്മയ്ക്കറിയാൻ ഞാൻ വന്നോന്ന്. പിന്നെ പുതിയ സൈക്കിൾ വാങ്ങാൻ അമ്മോട് പറയാൻ എനിക്കൊരു മടി. അമ്മ അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. നീ ഇത്ര വലിയ പക്വതയുള്ള ആളാല്ലേ? എടാ, നിന്നെ നോക്കാൻ വേണ്ടിട്ടല്ലേ നിന്റെ അമ്മ ഇത്രയും വലിയ കഷ്ടപ്പെടുന്നത്. ഇതൊക്കെ കാണുമ്പോഴേ അവർക്ക് സന്തോഷമാവുള്ളൂ. നീയേ ഡൽഹിക്ക് പോണതിന്റെ മുന്നേ ഈ കലേശേട്ടൻ മേടിച്ചു തരും നിനക്ക് നല്ലൊരു സൈക്കിള്. ഓ കലേശേട്ടൻ എത്ര കാര്യം പറയണു. കഴിഞ്ഞ കൂടെ എനിക്ക് ഫുൾ A+ കിട്ടിയപ്പോഴും പറഞ്ഞതാ. എന്നിട്ടെന്താ ഒരു ഐസ്ക്രീമിൽ ഒതുക്കിയില്ലേ? അതെ എടാ, അതന്ന് കലേശന്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടല്ലേ. നീ അടുത്ത പ്രാവശ്യം ഡൽഹിന്ന് വെക്കേഷൻ വരുമ്പോ ഈ വീട്ടുമുറ്റത്തുണ്ടാവും ഒരു പുതുപുത്തൻ സൈക്കിള്. എന്താ അതുപോലെ? കലേശേട്ടാ, എന്റെ ഡൽഹിക്ക് പോയി കഴിഞ്ഞാ അമ്മ ഒറ്റയ്ക്കല്ലേ? അതെന്താടാ അങ്ങനെ ഒരു സംസാരം? എടാ, നീ ഇവിടുന്ന് പോയാലും ഞാനും ഇവിടെ തന്നെ അല്ലടാ. നിന്റെ അമ്മ എന്ന് പറയണത് എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലെയല്ലേ. എടാ കലേശ ഇവിടെ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മുറ്റത്ത് തന്നെ ഉണ്ടാവില്ലേ. നീ അതൊക്കെ പോയി. കലേശേട്ടാ, ഒരു കാര്യം സത്യം പറയൂ. കലേശേട്ടൻ എന്താ എപ്പോഴും കല്യാണം കഴിക്കാത്തത്? അത് പിന്നെ ചിലർക്ക് അങ്ങനെ ആര്. എല്ലാവരുടെയും ജീവിതം ഒരുപോലെയല്ലല്ലോ. അതല്ലല്ലോ കാരണം. കലേശേട്ടൻ മനസ്സിൽ ആരോടോ ഒരു ഇഷ്ടം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉണ്ടായിരുന്നു ആദി. എനിക്കൊരാളെ അത്രയേറെ ഇഷ്ടമായിരുന്നു. അവളുടെ പഠിത്തവും ഹോസ്റ്റൽ ഫീസും എല്ലാം നോക്കിയിരുന്നത് ഞാനായിരുന്നു. അവൾ നല്ല നിലയിലാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പഠിത്തം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ യോഗ്യനല്ലാതായി മാറി. അവളെന്നെ വിട്ടുപോയി. കലേശേട്ടൻ എപ്പോഴും നല്ല മനുഷ്യനെ എങ്ങനെ ഒരാൾക്ക് വേണ്ട നിൽക്കാൻ തോന്നുന്നത്? ആദി, ഈ ലോകത്തെ ആളുകൾക്ക് വേണ്ടത് പണവും പദവിയും ഗവൺമെന്റ് ജോലിയൊക്കെയാണ്. ചില ആളുകൾ എത്ര ടോക്സിക് ആണെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെണ്ണ് കിട്ടും, നല്ലൊരു ജീവിതം കിട്ടും. പക്ഷേ എന്നെ പോലെ മിഡിൽ ക്ലാസ് ആയ ആളുകൾക്ക് എത്ര നല്ല സ്വഭാവം ഉണ്ടായിട്ടും കാര്യമില്ല. എനിക്ക് അവളോട് പരാതിയൊന്നുമില്ല. അവളെ എവിടെയാണെങ്കിലും നന്നായി ജീവിച്ചാൽ മതി. അവള് സന്തോഷമായിരിക്കട്ടെ. ആളുകൾ ഇങ്ങനെയാണോ? എങ്ങനെയല്ലേ ചേട്ടാ, എനിക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എൻ്റെ അമ്മ മരിച്ച ശേഷം എനിക്കൊരു ജീവിതം വേണമെന്നോ എനിക്കൊരു കുടുംബം ഉണ്ടാവണമെന്നോ ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ല. മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണ് ഞാനിപ്പോൾ ആനന്ദം കണ്ടെത്തുന്നത്. നീ വലുതാവുമ്പോൾ നിനക്കിതൊക്കെ മനസ്സിലായിക്കോളും. കലേശേട്ടന് പനി പിടിച്ചു മറ്റു വേണ്ടടന്നാ പിന്നെ ആരുണ്ട് നോക്കാൻ? എടാ, എന്നെ പോലെയുള്ളവർക്കേ അസുഖം വരാനുള്ള യോഗ്യത പോലും ഇല്ല. ആരും ഇല്ലാത്തവരെന്നും ആരോഗ്യവാന്മാരെ ഇരുന്നേ പറ്റൂ. സോറി കലേശേട്ടാ, ഇതുവരെ കലേശേട്ടനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്റെ തിരക്കുകൾ കൊണ്ട് കലേശേട്ടന്റെ മനസ്സിലെ ഒറ്റപ്പെടൽ ഞാൻ പോലും മനസ്സിലാക്കിയില്ല. അതൊക്കെ വീട്. ഞാനിപ്പോ ഒരു ഫ്രീ ബേഡല്ലേ. പിന്നെ എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ. ഇതൊക്കെ എന്റെയും കൂടെ കുടുംബല്ലേ. എങ്കിൽ കലേശേട്ടന് എന്റെ അമ്മയെ വിവാഹം കഴിച്ചൂടെ? ഇത് നമ്മുടെ കുടുംബാണെങ്കിൽ എന്നും അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എടാ, നീ എന്തൊക്കെയാടാ ഈ പറയണത്? നിനക്ക് വല്ല ബോധമുണ്ടോ? എടാ, നിനക്ക് വല്ല വട്ടുണ്ടോ? എടാ, ഈ നാട്ടുകാരറിഞ്ഞ ഈ വീട്ടുകാരറിഞ്ഞ എന്താ അവസ്ഥ? അത് മാത്രല്ല,
നിന്റെ അമ്മ എന്നെ സ്വന്തം ഒരു അനിയനെ പോലെയാണ് കാണുന്നത്. അവരറിഞ്ഞ എന്ത് വിചാരിക്കും? എനിക്ക് നല്ല ബോധമുണ്ട് കലേശേട്ടാ. ഈ ലോകത്ത് എല്ലാവർക്കും ഒരു കൂട്ട് വേണം, സംസാരിക്കാൻ ഒരാൾ, ഒരു സോൾമേറ്റ്. കലേശേട്ടൻ ഒറ്റയ്ക്കല്ലേ. അമ്മയ്ക്ക് കലേശേട്ടനേക്കാൾ വലിയ സയം വേറെ ആരാ ഉള്ളത്? ആദി, നീ ഡൽഹിയിൽ പോയാൽ അമ്മ ഒറ്റക്കാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നീ പേടിക്കണ്ട. ചേച്ചിക്ക് എന്താവശ്യത്തിനും ഞാനുണ്ടാവും, ഇതുവരെ ഉണ്ടായിരുന്ന പോലെ. അമ്മയ്ക്ക് വേണ്ടി സമയം മാറ്റി കഴിഞ്ഞിട്ടോ അമ്മയെ നോക്കാൻ പറ്റാത്തോണ്ടല്ല. അമ്മയ്ക്ക് എൻ്റെ ആവശ്യം എപ്പോൾ ഉണ്ടോ അപ്പം ഞാൻ അമ്മയുടെ മുന്നിലുണ്ടാവും. പക്ഷേ അതല്ല, എൻ്റെ അമ്മയും ജീവിക്കണം, എല്ലാവരെ പോലെ സന്തോഷമായി ജീവിക്കണം. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ നിറങ്ങലുണ്ടാവണം. ആദി, പക്ഷേ ഞാൻ കലേശേട്ടാ, ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു കൂട്ട് വേണം, മനസ്സുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ, വേദനയിലും അസുഖത്തിലും ചേർന്ന് നിൽക്കുന്ന ഒരാൾ. അമ്മയ്ക്ക് വേണ്ടത് അനിയനെയല്ല, ജീവിതം കൈപിടിച്ച് നടക്കാൻ ഒരു പങ്കാളിയാണ്. കലേശേട്ടൻ അമ്മയെ നന്നായി അറിയാം. അമ്മയുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളെയും സന്തോഷങ്ങളെയും എല്ലാം മനസ്സിലാക്കിയതാണ് കലേശേട്ടൻ. അച്ഛൻ മരിച്ചപ്പോൾ ഈ നാട്ടുകാരോ അയൽക്കാരോ ആരെയും ഉണ്ടായിരുന്നു നമ്മളെ കണ്ണീര് തുടയ്ക്കാൻ? കലേശേട്ടനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എടാ, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ പ്രായവ്യത്യാസം, മര്യാദകൾ, ഇതൊക്കെ നോക്കണ്ടേ? എന്ത് മര്യാദ കലേശേട്ടാ? ഒരാൾ ഉള്ളിൽ ഒറ്റയ്ക്ക് അറിയുമ്പോൾ നോക്കി നിൽക്കുന്നതാണോ മര്യാദ? കലേശേട്ടൻ അമ്മ ഇഷ്ടല്ലേ? ആ സ്നേഹം ഒരു കൂട്ടേ മാറ്റിക്കൂടെ? അമ്മയ്ക്ക് വേണ്ടത് സഹതാപമല്ല, ഒരു ജീവിതം മുഴുവൻ ചേർന്ന് നിൽക്കുന്ന ഒരു തണലാണ്. എനിക്ക് അമ്മയെ നോക്കാൻ അറിയാം, പക്ഷെ മകന് പകരം വയ്ക്കാൻ പറ്റാത്ത ചില ശൂന്യതകളുണ്ടല്ലോ. അമ്മയ്ക്ക് മനസ്സൂർന്ന് സംസാരിക്കാനും ചിരിക്കാനും കരയാനും ഒരാൾ വേണ്ടേ? സത്യം പറയട്ടെ, അമ്മയ്ക്ക് നല്ലൊരു കൂട്ട് വേറെ ആരുണ്ട്? അമ്മ എന്താ എപ്പോഴും ഇങ്ങനെ ഗ്ലൂമിയായിട്ടിരിക്കുന്നേ? അമ്മയ്ക്കൊന്ന് ഹാപ്പി ആയിക്കൂടെ? ഒരു സിനിമയ്ക്കോ യാത്രയ്ക്കോ പോയിക്കൂടെ? ഞാൻ എന്ത് യാത്ര പോവാനാ? നീ പഠിച്ചൊരു വലിയ നിലയിൽ എത്തുന്നല്ലേ എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് മാത്രം പോരാമ്മേ, അമ്മയ്ക്കും ജീവിതമുണ്ട്. ആ ജീവിതം പൂർണ്ണമായി ജീവിക്കാനുള്ള അവകാശം അമ്മയ്ക്കുണ്ട്. അമ്മേ അമ്മേ അമ്മ എന്താ പുതിയൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാനേ? നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചാടാ? എനിക്ക് എന്റെ മകൻ കഴിഞ്ഞുള്ളൂ, ഈ ലോകത്ത് മറ്റെന്തും. അതെനിക്കറിയാം. അമ്മയ്ക്ക് കലേശേട്ടെ കുറിച്ച് എന്താ അഭിപ്രായം? കലേഷോ? അവൻ നല്ലൊരു പയ്യനല്ലേ, നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്ന. അവനോട് നമുക്കൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് നമുക്കൊരു ബന്ധാക്കിയാലോ? അമ്മയ്ക്ക് കലേശേട്ടനെ കല്യാണം കഴിച്ചൂടെ? ആദി, നീ എന്തായി പറയുന്നേ? നിന്റെ അച്ഛൻ പോയതിനു ശേഷം ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ജീവിച്ചേ? നീ എന്നെ നാണം കെടുത്താണോ? നാണം കെടുത്താനല്ല അമ്മേ, അമ്മയെ ചേർത്ത് പിടിക്കാനാണ്. ഞാൻ എന്നും നമ്മുടെ ഒപ്പം ഒരു മകനായി കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു മകന് തരാൻ പറ്റാത്ത ചില തണലുകളുണ്ട്. ജീവിതകാലം മുഴുവൻ സംസാരിക്കുന്ന ഒരാൾ, ഒരു കൂട്ട്, അത് കലേശേട്ടനായിരിക്കും. അയാൾ നല്ലൊരു മനുഷ്യനാണ് അമ്മേ. സൊസൈറ്റി ബന്ധുക്കളൊന്നുമല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. നാട്ടുകാരെന്ത് പറയും മോനെ? നിന്റെ ഭാവി അത് ബാധിക്കില്ലേ? എന്റെ ഭാവി അമ്മയുടെ സന്തോഷത്തിലാണ് അമ്മേ. എനിക്ക് വേണ്ടി അമ്മ ഒരുപാട് ത്യാഗം ചെയ്തു. ഇനി അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം. ആ ജീവിതത്തിൽ കലേശേട്ടൻ നല്ല പങ്കാളിയാവും, എനിക്ക് ഉറപ്പുണ്ട്. ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരു സോൾമേറ്റ് വേണമേ. സ്നേഹിക്കാനും തിരിച്ച് സ്നേഹിക്കപ്പെടാൻ ഒരാളുണ്ടാവുക പറയുന്നത് ഒരു ഭാഗ്യമാണമ്മേ. എങ്കിലൊന്നുമില്ല അമ്മേ, എല്ലാവരും അവരവരുടെ ജീവിതം ആഘോഷിക്കണം. ലിവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. അമ്മ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതം ഇനി അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങണം. നീ വലിയ ആളായിപ്പോയല്ലോടാ. നിന്റെ ഈ മനസ്സ് കാണുമ്പോ എനിക്ക് സന്തോഷമുണ്ട്. അമ്മ എന്നും എൻ്റെ അമ്മ തന്നെയായിരിക്കും. പക്ഷെ ഇനി മുതൽ അമ്മ ഒറ്റയ്ക്കല്ല. കലേശായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അമ്മയുടെ എല്ലാ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തുടങ്ങണം. അത് കാണുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം.